ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡ് ഉൾപ്പെടെ വരുന്ന വാട്ടർ ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത്, അതായത് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ടാങ്ക് നിലത്ത് വയ്ക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കിണറിലോ കാര്യങ്ങളൊക്കെ ചെളി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഊറൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഊറൽ കാര്യങ്ങളെല്ലാം തന്നെ പൈപ്പിലൂടെ ഇറങ്ങി ഏറ്റവും താഴെയാണ് അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നതുകൊണ്ട് ഏറ്റവും താഴേക്കടെ തന്നെ മൊത്തം ചെളി കാര്യങ്ങളെല്ലാം ഇറങ്ങി നേരെ നമ്മുടെ പൈപ്പുകളിൽ എല്ലാ പൈപ്പുകളിലേക്കും കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ വെള്ളം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ വെള്ളം തീർന്നു പോയി അതിനുശേഷം രണ്ടാമത് വെള്ളം അടിക്കുന്ന സമയത്താണ്, വെള്ളം അതിലേക്ക് വീഴുന്ന സമയത്താണ് ആ കലക്കൽ മൊത്തം ടാപ്പിലേക്ക് വരുന്നത്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് കുളിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് ചെളിവെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാങ്ക് നമുക്ക് യൂസ് ചെയ്യാം. ഈ ടാങ്കിൻ്റെ ഘടന തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ താഴെ കണ്ട ചെറിയ ഒരു കുനിപ്പ് പോലെ, ഒരു കുനിയിൽ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിലായിരിക്കും ആ ചെളി അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഊറൽ കാര്യങ്ങൾ വരുന്നത്. അതൊരിക്കലും ടാപ്പിലേക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാത്ത രീതിയിലാണ് അതിൻ്റെ ഊറൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫുൾ ജിയുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് മൊത്തം ഒരു വല പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് വരുന്ന, അതായത് ഈ പറയുന്ന അടിയിലേക്ക് വരുന്ന ആ സ്റ്റാൻഡ് പോലെ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ ഇനി നമുക്ക് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഗോണി പോലെ കണ്ടോ, അത് ലാഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മെയിൻ്റനൻസോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫിറ്റിങ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലോ ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്നോ വെള്ളം കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡിലൂടെ ഒരു ഗോണി സിസ്റ്റം കൂടി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ഇതിലൂടെ കയറി നിൽക്കാൻ സാധിക്കും. കാരണം കറക്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് സ്ക്വയർ ആ ടാപ്പ് ഇരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ ടാങ്ക് ഇരിക്കുന്ന ലെവലായതുകൊണ്ട് ഈ ഗോണി വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഗോണി സെപ്പറേറ്റ് സൈഡ് മാറ്റി വയ്ക്കണം. ഈ സ്റ്റാൻഡിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിൽക്കാവുന്ന രീതിയിലാണ് ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സ്റ്റാൻഡിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 4 സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ടാങ്ക് ഒരിക്കലും പൊട്ടിപ്പോകാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സൈഡുകളിലേക്ക് സപ്പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ഈ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് സാധാരണ ലെവലിനേക്കാൾ അപേക്ഷിച്ച് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, താഴെ വരുന്ന ഊറൽ കംപ്ലീറ്റ് സെപ്പറേറ്റ് ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ആ ഔട്ട്ലെറ്റ് നമുക്ക് ഓവർഫ്ലോയിലേക്ക് ഒരു വാൽവ് വെച്ച് കൊടുക്കാൻ സാധിക്കും. അതായത് ഓവർഫ്ലോ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ വെള്ളം ടാങ്കിലേക്ക് വെള്ളം അടിച്ച് മോട്ടോർ വഴി അടിച്ച് കഴിയുമ്പോൾ ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഔട്ട്ലെറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പറയുന്ന ഏറ്റവും താഴെ വരുന്ന ആ വെള്ളത്തിൻ്റെ ഊറൽ ഒരു വാൽവ് വെച്ചിട്ട്, ഒരു ബോൾ വാൽവ് വെച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ടാങ്ക് കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഒരു മാസത്തിലൊരിക്കൽ ആ വാൽവ് തുറന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ ഊറലും കാര്യങ്ങളും ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകും. ഒരിക്കലും ടാപ്പിലേക്ക് വരില്ല, ടാപ്പിൻ്റെ ലൈനിലേക്ക് വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടാപ്പുകളിലും പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ചെളി വന്ന് അടിയുന്നത് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ ടൈപ്പ് ടാങ്ക് ഉപയോഗിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് സ്റ്റീലിൻ്റെ ടാങ്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാവില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് സ്റ്റീലിൻ്റെ ടാങ്ക് ഒരിക്കലും വെള്ളം ചൂടാവില്ല. ഇതാവുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് ആകുമ്പോൾ PVCയിലേക്ക് ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ വരുന്ന വെയിലിൻ്റെ അനുസരിച്ചിട്ട് അത്രയും തന്നെ വെള്ളം ചൂടാവും. പക്ഷേ എക്സ്പെൻസീവ് വെച്ച് നോക്കിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെ ടാങ്ക് നമുക്ക് ഈ പറഞ്ഞ ചൂടുവെള്ളം പെട്ടെന്ന്, അതായത് ഉച്ച സമയത്തൊക്കെ നല്ല ചൂടുവെള്ളമായിരിക്കും നമ്മൾ ഈ നോർമൽ ലെവലിലുള്ള ടാങ്കിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ സ്റ്റീൽ ടാങ്കിൽ നിന്നും അങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.